ഗൈസ് അപ്പം ഞാൻ പുറത്ത് വന്നപ്പോൾ മഞ്ജു ചേച്ചി ദക്ഷിണ എല്ലാം നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ദക്ഷിണൻ്റെ മൈൻഡ് വോയിസ് ഇതായിരുന്നു. ഗൈസ് അപ്പോഴത്തെ ബർത്ത്ഡേയുടെ മെഴുകുതിരി ആയിരുന്നു. അപ്പോൾ ബുക്കിൽ ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഓജാ ബോർഡ് പോലെ ഒന്ന് വരച്ച് വെച്ചു. ദക്ഷിണൊന്നും അറിയാത്തത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളിത് ദക്ഷിണെ മഞ്ജുച്ചി പേടിപ്പിക്കുമായിരുന്നു. ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് ആ സൗണ്ട് കേട്ടത്. അപ്പു ചെണ്ട കൊട്ടുന്ന ഗൈസ്. അപ്പോൾ ദക്ഷിണ മുഖം കണ്ടാൽ അറിയാൻ നല്ല പേടിയുണ്ട് എന്ന്. അപ്പോൾ ഞങ്ങൾ അപ്പു അല്ല വേറെ ആരോ കൊട്ടണമെന്നൊക്കെ പറഞ്ഞ് കുറേ കഥകൾ ദക്ഷിണൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ദക്ഷിണ ചെറുതായിട്ട് നല്ല പേടിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ മുഖം കണ്ടാൽ പടുത്തുള്ള നിമിഷം നാളെ താങ്ക മുടിയില്ലേ, തല വലിക്കുന്നേ. അപ്പോൾ അവളെ പേടിപ്പിക്കാൻ വേണ്ടി കുറച്ചും കൂടി പേടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഗേറ്റൊക്കെ തുറന്ന് വെളിയിൽ പോവാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ അവൾ കുറച്ചും കൂടി നല്ല പേടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് പോവാം. എനിക്കൊരു പേടിയുമില്ല ഗൈസ്. അപ്പോൾ പണി പാളി ഞങ്ങൾ വന്നപ്പോൾ ഒറ്റ മനുഷ്യനില്ല റോട്ടിലൊന്നും. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആരും കൊട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഒരു കിണറിൻ്റെ സൈഡിൽ നിന്നായിരുന്നു ഈ സൗണ്ട് വന്നത്. പിന്നെ ആ സൗണ്ട് നിൽക്കുക, പിന്നെ അത് ആയപ്പോൾ നമുക്ക് ടെൻഷൻ ആയപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലോട്ട് ഓടി. അപ്പോഴായിരുന്നു ദക്ഷ കരയുന്നത്. നല്ല കരച്ചിലായിരുന്നു ഗൈസ്. അവളുടെ മുഖം കണ്ടാൽ അറിയാം അവൾ വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് നല്ല കരച്ചിലായിരുന്നു. എനിക്ക് പറ്റില്ല, എനിക്ക് തിരിച്ച് വീട്ടിലെ പോകണം, എനിക്ക് ഒരിക്കലും പറ്റില്ല, എനിക്ക് ഇങ്ങനെ പല ആൾക്കാരുടെ കൂടെ ജീവിക്കണം എനിക്ക് ആഗ്രഹമില്ല. ദക്ഷിണ കൊണ്ടാക്കാൻ പോവായിരുന്നു. അപ്പോൾ ഇപ്പം സൗണ്ടൊന്നും ഇല്ല, അത് കാരണം ഞങ്ങൾക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അപ്പു തന്നെ ആയിരിക്കും കൊട്ടണമെന്ന് വിചാരിച്ച് അങ്ങനെ സ്ട്രീറ്റ് ലൈറ്റും പിന്നെ അതുപോലെ ഫ്ലാഷ് ലൈറ്റൊക്കെ ഓണാക്കിയത് കാരണം അത്ര പേടിച്ചില്ല. പിന്നെ ഞങ്ങളത് ഇങ്ങനെ തിരിച്ചു വരികയായിരുന്നു. മിക്കവാറും അപ്പു തന്നെ ആയിരിക്കും അത് കൊട്ടിയത്. പിന്നെ ആ സമയത്ത് ആ കൊട്ടൽ കേട്ടപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. അപ്പോൾ ഇത് അനാമിക എൻ്റെ അടുത്ത് എന്തോ പറയുമ്പോഴായിരുന്നു ആ സൗണ്ട് കേട്ടത് പെട്ടെന്ന്. അപ്പോൾ ഞങ്ങൾ ഓട്ടം വീട്ടിലേക്ക് ഓടി. അപ്പോൾ ഇത് ഞങ്ങളെല്ലാം അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. ദക്ഷിണുള്ളത് കാരണം ഒന്നും പറയാൻ പറ്റിയില്ല. എന്നടി சொல்றே നീ എന്നെ சொல்றே എന്നടി சொல்றே. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് വരുന്നുണ്ട് ഗൈസ്, അത് സീനാക്കണ്ട. അപ്പോൾ ഓജാബോർഡ് വെച്ചിട്ട് അവളെ പ്രാങ്ക് ചെയ്യാനാണ് വിചാരിച്ചത്. ബട്ട് മൊത്തത്തിൽ ഫ്ലോപ്പായി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.